പ്രിയപ്പെട്ടവരെ, അമേരിക്കയുടെ മുൻ പ്രസിഡൻ്റായിരുന്ന ഏബ്രഹാം ലിങ്കനെക്കുറിച്ച് കേൾക്കാത്തവരായി ഈ ലോകത്ത് ആരും തന്നെ കാണുകയില്ല. അടിമത്തം നിർത്തലാക്കിയ അമേരിക്കയുടെ മുൻ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ബാല്യത്തെക്കുറിച്ചുള്ള ഒരു ചിത്രകഥയാണ് നമ്മളിന്ന് വായിക്കുവാൻ പോകുന്നത്. പ്രശസ്തരുടെ ബാല്യം ഏബ്രഹാം ലിങ്കൺ. അടിമത്തം നിർത്തലാക്കിയ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. ഒരു ദിവസം ഏബ്രഹാമിൻ്റെ അച്ഛൻ അവൻ്റെ അധ്യാപകനെ കാണാനെത്തി. നമസ്കാരം ആൻഡ്രൂ സാർ. ഓ, ഏബ്രഹാമിൻ്റെ അച്ഛൻ തോമസ് ലിങ്കൻ ആണല്ലേ? അതെ സാർ. ഏബ്രഹാം വീട്ടിലെപ്പോഴും പുസ്തക വായനയാണ് സാർ. പുസ്തകം വായിച്ചിട്ട് എന്ത് കിട്ടാനാണ്? എന്നെ ജോലികളിൽ സഹായിക്കാൻ പറഞ്ഞാലും അവൻ അനുസരിക്കില്ല. ഛേ തോമസ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അവൻ സത്യസന്ധനായ, അതിലുപരി ബുദ്ധിമാനായ ഒരു കുട്ടിയാണ്. അവൻ വായിച്ചു വളരട്ടെ. അവൻ ലോകത്തിലെ അറിയപ്പെടുന്ന വ്യക്തിയായി തീരുമെന്ന് എനിക്കുറപ്പുണ്ട്. സ്വന്തം മകനെ ഓർത്ത് നിങ്ങൾക്ക് അഭിമാനിക്കാം തോമസ്. താങ്ക് യു സർ. ഇനി ഞാൻ അവൻ്റെ വായനയെ തടസ്സപ്പെടുത്തില്ല. അമേരിക്കയുടെ ഉന്നത പദവിയിലെത്താൻ വായന ഏബ്രഹാമിനെ വളരെയേറെ സഹായിച്ചു. ഈ ചിത്രകഥ നിങ്ങൾക്ക് എന്ത് പാഠമാണ് നൽകുന്നത്? വായനയുടെ മഹത്വത്തെക്കുറിച്ചാണ് ഈ ചിത്രകഥ മുൻപോട്ട് വയ്ക്കുന്ന പാഠം. നിങ്ങൾ തീർച്ചയായിട്ടും ഇതിലെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വായനയെ സ്നേഹിക്കുക. കൂടുതൽ ചിത്രകഥകൾ വായിക്കുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക. വായനയുടെ ഒരു പുതിയ സംസ്കാരം വളരുവാൻ നിങ്ങൾക്കും നിങ്ങളുടേതായ പങ്ക് വഹിക്കാനുണ്ട്. പുതിയ ചിത്രകഥകളുമായി വീണ്ടും വരുന്നതാണ്. നമ്മുടെ ചിത്രകഥകൾ കൂടുതൽ കിട്ടുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം.